ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു അമിതുവിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ചെറിയ ഫോട്ടോഷൂട്ട് നടത്താൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങാൻ പോയിട്ടുള്ള ഒരു വീഡിയോ. അപ്പോൾ ആ ഒരു വീഡിയോയിൽ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്നൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു വീഡിയോയിൽ എല്ലാം അങ്ങനെ ഭയങ്കര ലെങ്ത് ആയി പോകും. പിന്നെ നമുക്ക് ഒരു 3-4 കടകളൊക്കെ കയറി ഇറങ്ങിയിട്ടാണ് ഓരോ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് സെലക്ട് ചെയ്തതെന്നൊന്നും എല്ലാം ഒന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വാങ്ങിയ സാധനങ്ങളൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ വാങ്ങിയെന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇതുകൊണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് കാണാം. അപ്പം ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഡ്രസ്സാണല്ലോ മെയിൻ. അപ്പോൾ 2-3 ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഡ്രസ്സ് ഫസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു കോഡ് സെറ്റ് ആയിരുന്നു കേട്ടോ. ഈ ഒരു വൈറ്റിൽ ഇങ്ങനെ ഇതേപോലെ പ്രിന്റ് വരുന്ന ഒരു കോഡ് സെറ്റ്. അപ്പോൾ ഈ ഒരു കോഡ് സെറ്റ് എന്ന് പറയുന്ന സംഭവം ഞാൻ ഇതിലും കുറച്ചും കൂടെ കളർഫുൾ ആയിട്ടുള്ളത് ഒക്കെ എടുക്കണമെന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പോയ ടൈമിൽ ഞാൻ ഉദ്ദേശിച്ച സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഉള്ളതിൽ ബെറ്റർ നോക്കിയിട്ട് കുറച്ചും കൂടെ ഫോട്ടോ എടുത്താലൊക്കെ ഇത്തിരി ലുക്ക് ഉണ്ടാവുക ഇതാണെന്ന് തോന്നിയിട്ട് ഞാൻ ഈ ഒരു സംഭവം സെലക്ട് ചെയ്തു. കുറച്ചും കൂടെ ഒരു ബ്രൈറ്റ് കളറൊക്കെ ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കോഡ് സെറ്റ് ട്രെൻഡ് പോയെന്ന് എനിക്കറിയില്ല. ഈ ഒരു ട്രെൻഡ് തുടങ്ങിയ ടൈമിലേ ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു കോഡ് സെറ്റ് എടുക്കണം എന്നുള്ള കാര്യം. പക്ഷേ ഇപ്പോഴാണ് കഴിഞ്ഞത്. അപ്പോൾ ഈ ഒരു കോഡ് സെറ്റ് ആയിരുന്നു കേട്ടോ ഒന്ന്. പിന്നത്തെ ഡ്രസ്സ് എന്ന് പറയുന്നത് ഈ ഒരു ടീഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പിങ്ക് അതേപോലെ തന്നെ ഈ ഒരു ബ്ലൂ പോലെ വരുന്ന ഈ രണ്ട് കളർ വരുന്ന ടീഷർട്ട്. അപ്പോൾ ഇതിന് വേറെ ഒരു പാൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇതിന് വൈറ്റ് പാൻ്റ് ആയിരിക്കണം, അല്ല ബ്ലാക്ക്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പാൻറ്റ് എടുത്തിട്ടില്ല. അപ്പോൾ ഇതിന് മാച്ചായിട്ടുള്ള അവൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു പാൻറ്റ് ഇടാമെന്നൊക്കെ വിചാരിക്കുന്നു. ഒന്ന് ഈ ഒരു ടീഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ. ഇത്ര വരെ കൈയൊക്കെയുള്ള ഫുൾ സ്ലീവ് ആണ്. അപ്പോൾ ഈ ഒരു ടീഷർട്ട്. പിന്നെ ഉള്ളത് വേറെ ഒരു ടീഷർട്ടാണ്, ഈ ഒരു ബ്ലൂ കളറിൽ വരുന്ന ടീഷർട്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൂടെ ബ്ലാക്ക് പാൻറ്റ് മാച്ച് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിലും ഞാൻ വേറെ പേരായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് ഞാൻ ട്രൗസറിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ജീൻസിൻ്റെ ട്രൗസർ ഉണ്ടല്ലോ, അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിലിങ്ങനെ ഇവിടെ ഇങ്ങനെ കുറച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ടീഷർട്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഷോപ്പിൽ നിന്ന് ഇത് മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ കിട്ടിയില്ല. പിന്നെ ഒരു 3-4 ഷോപ്പൊക്കെ കയറി ഇറങ്ങിയപ്പോഴാണ് ബാക്കിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന്. നെക്സ്റ്റ് ഈ ഒരു ഹുഡിയാണ്, ഹുഡി ടൈപ്പ് ടീഷർട്ട് കേട്ടോ. അപ്പോൾ ഇതാണ്, ഇത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ, ഹുഡി വരുന്നതാണ്. പിന്നെ ഇതെവിടെ കട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ബ്ലാക്കും ഈ ഒരു പിങ്ക് അതേപോലെ തന്നെ വൈറ്റ് വരുന്ന ഒരു ഇത്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു പാൻറ്റ് എടുത്തിട്ടുണ്ട്, ഈ ഒരു ബ്ലാക്ക് പാൻറ്റ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പാൻറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് നല്ലൊരു പാൻറ്റ് നോക്കിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു പാൻറ്റ്. അപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ കൂടെ തന്നെ എല്ലാം പറയാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചു. പിന്നെ വിചാരിച്ചു വേണ്ട, ഒരു നീല ടീഷർട്ട് ഉണ്ടല്ലോ, അത് ജീൻസിൻ്റെ കൂടെ ട്രൗസറിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഈ ഒരു പാൻറ്റേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ, ബാക്കി ഫുള്ള് ടീഷർട്ടാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡ്രസ്സ് എന്ന് പറയുന്നത്, ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ചെരുപ്പ്, ഷൂ അങ്ങനത്തതാണ്. അപ്പോൾ ഒരു ക്രോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ക്രോക്സ് ആയിരുന്നു കേട്ടോ, ബ്ലൂ കളറിലുള്ളത് വാങ്ങിയത്. നല്ല കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓൻ്റെ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട്, അത് ഡ്രസ്സിൻ്റെ ആണെങ്കിലും ചെരുപ്പിൻ്റെ ആണെങ്കിലും ഷൂവിൻ്റെ ആണെങ്കിലും ഒക്കെ സൈസ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടാണ്. ഡ്രസ്സിൻ്റെ പിന്നെയും കിട്ടും, പക്ഷേ ഈ ഒരു ക്രോക്സും ചെരുപ്പൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല പാടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ക്രോക്സ് ആയിരുന്നു. ഇത് വളരെ കമ്മിയാണ്, 18 ആണ് കേട്ടോ ഇതിൻ്റെ ഒരു ഇത് വരുന്നത്. മെഷർമെൻറ്റ് വരുന്നത് 18 ആണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ 1 വയസ്സിൻ്റെ കുട്ടീൻ്റെ ഒക്കെ ആണെന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവൻ അത്രയും വേണ്ടു. അവൻ്റെ കാല് കുഞ്ഞാണ്, കാല് മാത്രമല്ല മൊത്തത്തിൽ ചെറുതാണ്, കാലാണെങ്കിൽ തീരെ വണ്ണമില്ലാത്തതാണ്. അപ്പോൾ ഈ ഒരു ക്രോക്സ് ആയിരുന്നു കേട്ടോ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ വാങ്ങിയതൊരു ഷൂ. അപ്പോൾ ഈ ഒരു ഷൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ബ്ലാക്ക് കളർ, ഇവിടെ സ്പൈഡർമാനൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ബ്ലാക്കും വൈറ്റ് ആകുന്ന ടൈമിൽ നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ ചേരുമല്ലോ ഷൂ. അപ്പോൾ ആ ഒരു കളർ നോക്കിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് കാണുന്ന ടൈമിൽ നല്ല വലുപ്പമാണ്, ഇതിൽ ഇട്ടാലും കുറച്ച് വലുപ്പമാണ്. പക്ഷേ നമ്മൾ ഷൂ സാധാരണ എപ്പോഴും കുറച്ച് ലൂസ് വാങ്ങുന്നതാണ് നല്ലത്. കാരണം ഷൂവിൻ്റെ ഉള്ളിൽ നിന്ന് നല്ല രീതിയിൽ ഇറിറ്റേറ്റഡ് ആവുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് ലൂസ് നോക്കിയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവനെ കൊണ്ട് ഇതിട്ട് നോക്കി, എന്നിട്ട് നടന്നൊക്കെ നോക്കി ഓക്കെ ആണെന്ന് കണ്ടപ്പോഴാണ് ഇത് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം ഇവിടെ സ്പൈഡർമാനൊക്കെ വരുന്നതുകൊണ്ട് നല്ല രീതിയിൽ ഈ ഒരു ഷൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഷൂ ആയിരുന്നു കേട്ടോ ഒന്ന്. ഇത് നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇത് പിന്നെ ചെരുപ്പ് ഇതും കഴിഞ്ഞു. പിന്നെ 2 സാധനം ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. ഈ ഒരു കൂളിംഗ് ഗ്ലാസ് കേട്ടോ. ബർത്ത്ഡേക്ക് വേണ്ടിയില്ല, ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ് വാങ്ങാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ബ്ലാക്ക് കളറുള്ള ഒരു ഗ്ലാസ് ആയിരുന്നു ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ അവിടുന്ന് ഷോപ്പിൽ നിന്ന് എത്തിയ സമയത്ത് ഇങ്ങനെ എല്ലാം വെച്ച് നോക്കിയ ടൈമിൽ ബ്ലാക്ക് വെച്ചപ്പോൾ ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നി. ഒരു ചതിമോളെ അന്തന്മാരൊക്കെ പോലെ, അല്ലെങ്കിൽ കണ്ണ് കാണാത്തവരൊക്കെ പോലെ തോന്നിട്ടോ. അപ്പോൾ ഇത് വെച്ച് നോക്കിയപ്പം കുറച്ചും കൂടെ ലുക്കുള്ളതായിട്ട് തോന്നിട്ടോ. അപ്പോൾ ഇതും സൈസ് വലുതാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികളുടെ സൈസാണ്, പക്ഷെ അവന് ഇത് കുറച്ച് വലുപ്പമാണ്. എങ്കിലും കുഴപ്പമില്ല കേട്ടോ.
അപ്പോൾ ഈ ഒരു ഇവിടെ ഇതിൻ്റെ ഇത് വരുന്നത് യെല്ലോ കളറാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. പിന്നെ വാങ്ങിയിട്ടുള്ളത് ഒരു വാച്ചാണ് കേട്ടോ, ഈ ഒരു വാച്ച്. അപ്പോൾ ഇങ്ങനെ തന്നെ ഒരു വാച്ച് അവൻ്റെ അടുത്ത് നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അവനെല്ലാം പെട്ടെന്ന് ചീത്തയാകുന്നതുകൊണ്ട് അതിൻ്റെ ഈ ഒരു സ്ട്രാപ്പും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു റെഡ് കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ നല്ല വാച്ചൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും അവൻ്റെ സൈസിന് നോക്കുന്നതല്ല, എല്ലാം വലിയതായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികൾക്കുള്ളതാണെങ്കിലും ഒന്നും മാച്ച് ആയിരുന്നില്ല. അപ്പോൾ ഞാൻ ഏകദേശം കയ്യിൽ വെച്ച് നോക്കിയപ്പോൾ ഇത്രയും കൂടെ ഭംഗി തോന്നിയത് ഈ ഒരു ടൈപ്പാണ്. അപ്പോൾ അതിന് ഞാൻ റെഡ് കളറാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ഈ ഒരു റെഡ് കളർ എടുത്തു. ഇതിൽ ചോട്ടാ ഭീമിൻ്റെ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള സംഭവങ്ങൾ. ഇനി ഫോട്ടോ എടുക്കാനൊക്കെ പോകണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ അത്രയേ ഉള്ളൂ. അപ്പോൾ നേരത്തെ ചെയ്ത വീഡിയോയിൽ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് എടുത്ത വീഡിയോ ഉണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.